അയ്യോ, നമ്മുടെ സിജോ ചേട്ടൻ മാപ്പ് പറഞ്ഞു. ഓ, ഭയങ്കര സംഭവം എന്നാ പറയുന്നത്. ഇതുപോലത്തെ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ വരെ ഇപ്പൊ ആൾക്കാർ അടിച്ചുവിടുന്നുണ്ട്. കാരണം സിജോ ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചെന്ന് മാപ്പ് പറഞ്ഞു. കോപ്പാണ് കോപ്പ്. അവൻ മാപ്പ് പറഞ്ഞത് അവന് മനസ്സിലായി, പിന്നെ അവന്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലായി. എന്നിട്ട് ആ കൂടെ ഉള്ള ആൾക്കാർ അവനെ മനസ്സിലാക്കി കൊടുത്തു, മോനെ നീ ചെന്ന് മാപ്പ് പറഞ്ഞോ, അല്ലാതെ നിനക്ക് ഒരു രക്ഷയില്ല. കാരണം നീ ഫുള്ള് റോങ്ങാ, നിന്റെ വണ്ടി ഫുള്ളായിട്ട് റോങ് സൈഡാണ് മോനെ. എന്താ ഇത് മോളെ, പൈതൃകങ്ങൾ, പിന്നെ മറ്റത് മറിച്ചത്, ഞാൻ ആരാന്നറിയാവോ എന്നൊക്കെ ഉള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ റിയാക്ഷൻ വീഡിയോ ഒക്കെ വന്നപ്പോൾ പുള്ളി പോയിട്ട് മാപ്പ് പറഞ്ഞു. ഓക്കെ, മാപ്പ് പറയുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വിശ്വസിച്ചില്ല. കാരണം ഇമ്മാര് വേട്ടാവളിയന്മാരെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് സാഹചര്യം വരുമ്പോൾ ഇമ്മാര് വന്നിട്ട് സാർ പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജി എന്നൊക്കെ പറഞ്ഞാളെ. പക്ഷേ ഉള്ളില് തനി മറ്റേ കൂതറ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ, അത് പുറത്തു വരാതിരിക്കുവോ? അവിടേക്ക് ഇതാ വന്നു. അവന്റെ ഉള്ളിൽ നിന്ന് വന്നില്ല, പക്ഷെ അവന്റെ ഒരു കൂട്ടുകാരൻ, നീ ഇവന്മാരൊക്കെ അങ്ങനെയൊക്കെ പറയാവോ, യൂട്യൂബിൽ തല്ലണ്ടേ, തല്ലിത്തീരണ്ടേ, തല്ലിയാലല്ലേ യൂട്യൂബിലെ ആൾക്കാർക്ക് ഒരു ഹരം കൊള്ളത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള വർത്താനമൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ മനസ്സിലായി, 90s kids man, again the same bloody fault. 90s കിഡ്സിന് ജെൻസെറ്റിന്റെ അത്രയും ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്നത് ഇമാരി ആൾക്കാരാണ് വന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും 90s കിഡ്സ് ഒക്കെയാണ്. എനിക്ക് അതിനകത്ത് വലിയ അഭിമാനമൊന്നും തോന്നാറില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താ വെച്ചാല് ഞാനൊരു ജീവിയാണ്, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ വലിയ 90s 2010 ഇതിനെ ഒന്നും പിടിച്ച് നിർത്താനുള്ള കഴിവൊന്നുമില്ല എന്ന് ആണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അതൊരു പട്ടി അവിടെ കിടന്ന് മോകുന്നുണ്ട്, പന്ന റാസ്കൽ. എന്താണേലും അതുപോട്ടെ. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാനല്ല കേട്ടോ പട്ടി. നീയിപ്പോൾ കുറെ ആൾക്കാർ ആദ്യം പൊക്കി പിടിച്ച് വരും, മേടാ നീ ഒരു പട്ടിയാണ്. ഞാൻ പറയുന്നത് കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പൊക്കൂടെ വൈകുന്നത്. ഇത്രയല്ലേ ഉള്ളൂ, ഇതിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അല്ലാതെ അവിടെ വന്ന് നിന്നിട്ട് നീ എന്താണ്, നീ ഏതാടാ, നീ ഏതവനാടാ എന്നൊക്കെ പറയേണ്ട കാര്യമല്ലോ. ഇതുപോലത്തെ വലിയ സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ള ആൾക്കാർ മറ്റേ ബിഗ് ബോസിൽ പോകുന്നു, തേൻ കുടിക്കുന്നു, പരാഗണം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മറ്റേ സ്വിമ്മിങ് പൂളിൽ എടുത്തിടുന്നു പെണ്ണുങ്ങളെ. ഇയാളെ കുറെ ആൾക്കാർ സ്വിമ്മിങ് പൂളിലേക്ക് എടുത്തിടുന്നു. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനൊന്നും ചെയ്യാൻ മാത്രമുള്ള സാഹചര്യമൊന്നും ഇല്ല. നമ്മൾ പാവപ്പെട്ടവനാവായി, ഒന്ന് പോട്ടെ, ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. പക്ഷേ ഇതുപോലത്തെ സ്റ്റേറ്റസിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലൊക്കെ ഒരു സമീപനം പാലിക്കണ്ടേ? എന്താണ് മോളെ എന്ന് വിളിക്കാം, പൈതൃകം, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് അന്ന് വന്നുള്ള തോന്നിയാസൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ വന്ന് അനന്തുവിന്റെ വീട്ടിൽ പോകുന്നു, അമ്മയെ കാണുന്നു, സോറി പറയുന്നു. സോറി, ഞാൻ വലിയ നല്ലവനാണ് എന്നുള്ള ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സത്യം അതല്ല എന്നുള്ളത് ആ കൂട്ടുകാരൻ വന്ന് തെളിയിച്ചു. എന്തുവക ഊളന്മാരൊക്കെയാണ്. ഇതിങ്ങനെ ഒരു സൈഡിൽ, അപ്പുറത്ത് നോക്കുമ്പോ പ്രൊഡ്യൂസറും ആക്ടറും തമ്മിൽ ആക്ടിങ് ഈസ് റിയാക്ടിങ്, ഇവര് തമ്മിൽ പ്രശ്നം. ഇതെന്താണ് ഇത്? ഞാൻ നോക്കുമ്പോ സീക്രട്ട് ഏജന്റ് പറയുന്ന ഇത് മറ്റേ പ്രൊമോഷൻ ആണെന്നാ. അവനെ ഒരു മാണമാണല്ലോ ഇവന് ബോധം എന്ന് പറയുന്ന സാധനം കുറെ കാലമായിട്ട് നഷ്ടപ്പെട്ടു പോയി. കാരണം കുറെ കാശ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് കാശ് കിട്ടിയ ബോധം നഷ്ടപ്പെടും. അതെങ്ങനെയാണ് നമ്മുടെ മലയാളീസിനുള്ള ഒരു പ്രശ്നമാണത്. അങ്ങനെ ഒരു സംഭവമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. എന്താണേലും സിനിമ രംഗത്ത് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇങ്ങനെ സമരത്തിലേക്ക് പോവാണ്. എന്താ സംഭവം? ഓ മൈ ഗോഡ്, പ്രൊഡ്യൂസേഴ്സ്, ദ ഗ്രേറ്റ് പീപ്പിൾ, കലയെ സേവിക്കാൻ നടക്കുന്ന കുറെ ആൾക്കാർ എന്നാണ് ഇവര് സ്വയം വിശേഷിപ്പിക്കുന്നത്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന സരോജ് കുമാർ എന്നാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ കലയെ സേവിക്കാൻ നടക്കുന്നു. പട്ടി പിന്നെ മോങ്ങുന്നുണ്ട്. പട്ടിക്കിട്ട് നല്ല തല്ല് കിട്ടിയെന്ന് തോന്നുന്നു, അയാളെന്ന് മോങ്ങുന്നുണ്ട്. കലയെ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഫ്രീ ആയിട്ട് കയ്യിലുള്ള കാശ് മുടക്കി നിങ്ങൾ ഒരു സിനിമ എടുത്ത് ആൾക്കാരെ ഫ്രീ ആയിട്ട് കാണിച്ചൂടെ? അതല്ലേ കലയെ സേവിക്കുക എന്നൊക്കെ പറയുമ്പോൾ. പണ്ട് കുറെ നാടകം
നടത്തുന്ന കുറെ ട്രൂപ്പുകളൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാശ് പോയാലും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഒരു അറിവിൽ ഇന്നല്ല എന്നും ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഈ വർഗം ഉണ്ടല്ലോ, ഇവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് മാൻ. 5 ഇട്ട് കഴിഞ്ഞാൽ 5000 കിട്ടണം. 5 ലക്ഷം ഇടുന്നുണ്ടെങ്കിൽ 9 കോടി കിട്ടണം, അല്ല ഒരു 5 കോടിയെങ്കിലും കിട്ടണം. ഇല്ലെങ്കിൽ നഷ്ടക്കച്ചവടമായി. എന്തിനാ ഇതിനിരിക്കുന്ന, വേറെ വല്ല പണിയും ചെയ്തുകൂടെ എന്നുള്ള രീതിയിലാണ് അവന്മാരുടെ ഒരു പോക്ക്. അല്ലാതെ കലയെ വളർത്തലും തൊലിക്കലും പറയും വായിൽ തെറിയ വരുന്ന മയില്. കലയെ വളർത്തലൊന്നല്ല ഇവന്മാരുടെ പരിപാടി. കലയെ വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒറ്റ സംഭവമേ ഉള്ളൂ. ഇതായിപ്പോ മറ്റേ ജയൻ ചേർത്തല എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറയുന്നുണ്ട്, പുള്ളി ഈ കാലത്ത് പുള്ളി കുറെ സജീവമാണ്. പുള്ളി വന്നിട്ട് പറയുന്നത്, എന്നാ പിന്നെ ചെറിയ വല്ലതും നടന്മാരെ വെച്ച് ഇവർക്ക് പടം ചെയ്തുകൂടെ? ഈ സിനിമ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിക്കലും നടന്മാര് പ്രൊഡ്യൂസർ ആവാൻ പാടില്ല എന്നൊക്കെയാണ് മറ്റേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. നാഥനില്ലാത്ത കളരി. അമ്മയെ കുറിച്ച് പറയാ. അമ്മയ്ക്കെതിരെ അമ്മ എന്ന് പറയുമ്പോ മറ്റേ ഓൾ മലയാളി മൂവി ആക്ടേഴ്സ് അസോസിയേഷൻ ഇവരുണ്ടല്ലോ, ഇവര് ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറച്ച് പ്രശ്നത്തില. എന്താന്ന് വെച്ചാല് പ്രതിസന്ധിയില്ല. എന്താന്ന് വെച്ചാല് കുറെ മറ്റേ മിനു മുനീറും മറ്റവരും മരിച്ചതും കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് പോയല്ലോ, എന്നെ അങ്ങനെ പിടിപ്പിച്ചു, എന്നെ ഇങ്ങനെ പിടിപ്പിച്ചു. ബാലേന്ദ്ര മേനോൻ മൂന്ന് പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ ചക്ക 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 ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ മറ്റേ വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. അപ്പോഴേക്കും മറ്റേ അമ്മ എന്ന് പറയുന്ന അതിന്റെ തലപ്പത്തുള്ള ആൾക്കാർ, ഇടവേള ബാബു, നമ്മുടെ ലാലേട്ടൻ, മോഹൻലാലേട്ടൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെ പിരിച്ചു വിട്ടു. പോടെ, ഞങ്ങൾ പിരിച്ചു വിട്ടു സംഘടന, നീ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുക എന്നും പറഞ്ഞിട്ട്. മുകേഷിന്റെ കാര്യം കുറച്ചൊക്കെ സത്യം തോന്നുന്നില്ലേ? ആണേലും അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ അമ്മ നാഥനില്ലാത്ത കളരി എന്ന് പറഞ്ഞ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ആശാൻ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇതെന്താണ്? നാഥനില്ലാത്ത കളരിയാണെങ്കിൽ ആരും കയറി മറ്റേ ബ്രേക്ക് ഡാൻസ് കളിക്കുവോ? ഇല്ലല്ലോ. നാഥനില്ലാത്ത കളരിയായിട്ട് നിന്നോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ പണികൾ നിങ്ങൾ നോക്കിയാൽ പോരെ. അതോ അതിന്റെയും കൂടെ ഭാരമായി അതിന്റെ കൂടെ മറ്റേ സംഭവം എടുത്ത് മറ്റേ നെഞ്ചത്ത് വെക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് അറിയാമേറ്റു വയ്ക്കുക. എന്താ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഇട്ടങ്ങ് പണിഞ്ഞോളും, ഗോൾ അടിച്ചോളും. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലേ? എന്തിനാ ആക്ടേഴ്സ് കൂടുതൽ കാശ് മേടിക്കുന്നത്? നിങ്ങൾ കൊടുക്കാതിരുന്നൂടെ? നിങ്ങളല്ലേ മറ്റേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, നിങ്ങളല്ലേ മറ്റേ താരങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ മറ്റേ പ്രതിഫലം ഇങ്ങനെ. ഇവിടെ താരങ്ങൾ പോട്ടെ, ഇപ്പൊ മറ്റേ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലൊക്കെ ഉള്ള ഇൻഫ്ലുവൻസർമാർ മേടിക്കുന്ന കാശിന്റെ കണക്കെന്താ? 2 മിനിറ്റിന് 2 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, ഇങ്ങനെയൊക്കെയാണ് കുറെ മറ്റേ ഇൻഫ്ലുവൻസർമാർ മേടിക്കുന്നത്. ഇതിനൊന്നും കണക്കൊന്നുമില്ല, ഇതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ലാതെ മറ്റേ താരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. ലാലേട്ടനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ലാലേട്ടൻ, മമ്മൂക്ക പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ പടങ്ങൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. എന്തിനാ ഈ അവരുടെ പുറകിൽ എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് മറ്റേ സരോജ് കുമാർമാര് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ പുതുതായിട്ടുള്ള ആൾക്കാർ, പുതുതായിട്ടുള്ള ടാലൻസിനെ വിളിക്കുക. എന്താ ടാലൻസ് ആണോ ഇല്ലാത്തത് കേരളത്തിലുള്ള അത്രയും ടാലന്റ് എനിക്ക് തോന്നുന്നത് മൊത്തം ഇന്ത്യയിൽ തപ്പിയാൽ കാണത്തില്ല. അമ്മാതിരി ടാലന്റാണ്. കാരണം സിനിമ എന്ന് പറഞ്ഞ ഭ്രാന്ത് പിടിച്ചാണ് നടക്കുന്ന ആൾക്കാർ, പിള്ളേർ പ്രത്യേകിച്ച്. അമ്മാര് മറ്റേ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന തന്നെ ഒരു സിനിമയില് മറ്റേ ബെസ്റ്റ് ആക്ടറിലാന്ന് തോന്നുന്നു, ഷോർട്സ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ ഒരുത്തൻ ഇങ്ങനെ പറയും. അമ്മാര് പിള്ളേരുണ്ട്, നിങ്ങൾ അവരെ വിളിക്ക്. സിനിമ എന്ന് പറയുന്ന ആ ക്വാളിറ്റി നിങ്ങൾ നിലനിർത്താനാണ്, കല എന്ന് പറയുന്ന കൊല നിങ്ങൾ നിലനിർത്താനാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, അങ്ങ് ആ രീതിയിലേക്ക് പോകും. അല്ലാതെ ചുമ്മാതെ വന്നിട്ട് വാളിപ്പടിക്കല്ലേ ഭായി. നിങ്ങൾക്ക് വേണ്ടിയത് കാശാണ്. നിങ്ങൾ മറ്റേ വലിയ വലിയ നടന്മാര് നടിമാരെയൊക്കെ വിളിക്കുന്നു. എന്തിനാ വിളിക്കുന്നത്? കാശുണ്ടാക്കാൻ. ഇങ്ങനെ ചക്ക 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 ചക്കാന്ന് പറഞ്ഞ് കാശ് ഇങ്ങനെ ചങ്ക ചകചകാ കുമുകുമാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാശ് വീണുകൊണ്ടിരിക്കും പോക്കറ്റിലേക്ക്. അതിനല്ലേ ഈ ശ്രമം. അപ്പൊ വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ കുറച്ച് നാളെ അതായിരുന്നു. ഇതായപ്പോ സ്റ്റാറുകൾ മേടിക്കുന്ന കാശ് നിങ്ങൾ കൊടുക്കണ്ടെന്ന്. നിങ്ങൾ കാശ് കൊടുക്കണ്ട. നിങ്ങൾ കാശ് കൊടുക്കാതെ നിങ്ങൾ എന്തിനാ ഒരാളിപ്പോ 5000 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അത് കുറയ്ക്കാൻ നടക്കുന്നത്? അതേ പണി 1000 രൂപയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുത്തനുണ്ടെങ്കിൽ, അവന് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്.
അവനെ വിളിക്ക്. അല്ല, നിങ്ങൾ അവനെ വിളിക്കുക. അല്ലാതെ ഈ മറ്റേ വന്നിട്ട് കൊഞ്ഞ രീതിയിലുള്ള വർത്താനം പറയും. ഈ പ്രൊഡ്യൂസർ ആയാലും കൊള്ളാം, ഡയറക്ടർ ആയാലും കൊള്ളാം. പടം പൊളിഞ്ഞു കഴിയുമ്പോൾ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ, ബോംബിങ്, മറ്റേത് മറിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനാണ്, പക്ഷെ അതിങ്ങനെ വന്ന് തകർത്ത് കളഞ്ഞു. ബൈ പ്ലീസ്. നല്ല സിനിമ, നല്ല കഥ, നല്ല മറ്റേ തിരക്കഥ, നല്ല മറ്റേ വിഷ്വൽസ്, ആൾക്കാർ എവിടെ ആണേലും ആൾക്കാർ അത് ഏറ്റെടുക്കും. അല്ലാതെ അതിനകത്ത് വിട്ടുവീഴ്ചയൊന്നും നമ്മളെ മലയാളീസ് പ്രത്യേകിച്ച് കാണിക്കാറില്ല. നമുക്ക് നല്ല സിനിമയാണ് വേണ്ടത്. അല്ലാതെ ചുമ്മാ വന്നിട്ട് ഞാനും ഉണ്ടാക്കി സിനിമ, ഇത് വന്ന് കണ്ടോണം, ഇതെല്ലാവരും 200 രൂപ കൊടുത്ത് കണ്ടിട്ട് നല്ലതാന്ന് പറഞ്ഞോണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയി. ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ്. എന്ത് പോയി ഇത് നന്നായി കൂടെ? എന്നാ ഇനി നന്നാവാ നിങ്ങൾക്ക്? നിങ്ങൾ മറ്റേ ഒരിക്കലും നന്നാവില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ആൾക്കാരാണ്. എന്തോ ഈ കാണിക്കുന്നത്? ഇതിപ്പോ ആക്ടേഴ്സ് കാരണമാണ് സിനിമ പ്രതിസന്ധിയിലായത്. നിങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? നിങ്ങൾ കൊടുക്കണ്ടെന്നേ. നിങ്ങൾ എന്തിനാ കാശ് കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാ അവരെ വിളിക്കുന്നത്? ഷെന്നികമായാലും അവന് തണ്ടിയാണോ, മറ്റവനാണ്, മറിച്ചവനാണ്, അല്ലെ ശ്രീനാഥ് വാസി, റൂള, അല്ലെങ്കിൽ മറ്റേ കുറച്ച് വലിയ ആൾക്കാർ, പൃഥ്വിരാജ്, ദിലീപ്, ഇവരൊക്കെ പറ്റുന്ന പ്രതിഫലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. നിങ്ങൾ വിളിക്കണ്ടെന്നേ. കഥയല്ലേ വലുത്. പിന്നെ ഡയറക്ടറിന്റെ കഴിവ്. ഡയറക്ടർ ആണ് മോൾഡിങ് ചെയ്യുന്നത്. ഡയറക്ടറാണ് ബ്രഹ്മാവ്. അതോ കഥാകൃത്താണോ ബ്രഹ്മാവ്? ഏതോ ഒരു സംഭവം ഉണ്ട്. ഇതൊക്കെ വെച്ച് ഒരു സിനിമ ചെയ്ത് അങ്ങ് വിജയിപ്പിച്ചൂടെ? അല്ലാതെ എന്തിനാ ഈ സ്റ്റാറിനെയൊക്കെ വിളിക്കാൻ പോകുന്നേ? ഇതൊക്കെ വിളിക്കാൻ നടക്കുന്നോണ്ടല്ലേ നിങ്ങളെ ഈ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വിളിക്കാൻ നടക്കുന്നോണ്ടല്ലേ. നിങ്ങൾ വിളിക്കണ്ടെന്നേ. ഈ ആൾക്കാരൊന്നും വിളിക്കണ്ട. പോവാൻ പറയും.